പോത്താങ്കണ്ടം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. വിദ്യാർത്ഥികളുടെ കഴിവുകളെയും കലാഭാവനയെയും ഭാഷാപ്രാവീണ്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിൽ അലക്സ കോർണർ പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രായമുള്ളവരുമായി ലോകത്തിന്റെ ഏത് മേഖലയിലും സംവദിക്കാൻ സ്മാർട്ട് ക്ലാസ് റൂമിലൂടെ സാധിക്കും. അലക്സ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അറിവ് നേടുന്നതിനും സഹായകരമാവും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇതിലേറ്റവും 4 പ്രോഗ്രാംസും പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും ഒന്നിനൊന്നിന് സമയമെടുത്തത് കേൾക്കണമെന്ന് തോന്നി. നമ്മുടെ പ്രീ പ്രൈമറിയുടെ കഥ അല്ലേ, കഥാകാരൻ അവിടെ കുട്ടികൾ കഥ പറയുകയാണ്. മറ്റ് ഉള്ള കഥയല്ല, അവരിൽ നിന്ന് ഉണ്ടാകുന്ന കഥ. അതൊരു പുതിയ അനുഭവമായിരിക്കും. അലക്സ കോർണർ അത് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. വളരെ രസകരമായിരിക്കും. അധ്യാപകർ തയ്യാറാക്കിയ ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് പയ്യന്നൂർ AEO TV ജ്യോതിബാസുവും രചനോത്സവത്തിന്റെ പതിപ്പ് BPC KC പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകയാണ് പോത്താങ്കണ്ടം സ്കൂൾ. ഒരു പൊതുവിദ്യാലയം മറ്റുള്ളവർക്ക് മാതൃകയാവുക. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റും പൊതുവിദ്യാലയങ്ങളുടെ മികവിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിപാലിക്കുന്ന, അത് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ പോത്താങ്കണ്ടം സ്കൂൾ എന്ന് പറയുന്ന അഭിമാനം. കാരണം നമുക്കറിയാം, പയ്യന്നൂർ സബ് ജില്ലയിൽ നിന്ന് 2 കുട്ടികൾ, ധാരാളം കുട്ടികളുടെ ഒരുപാട് മികവുകൾ നമുക്കറിയാം. ഈ വിദ്യാലയത്തിലെ ആരവ് നമ്മുടെയൊക്കെ ശ്രദ്ധ മാത്രമല്ല, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആരവിൻ്റെ ആ സർഗാത്മകമായ കഴിവ് മന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ അറിയുകയും അതുപോലെ തന്നെ ആദിദേവ് എന്ന് പറയുന്ന മുത്തത്തി സ്കൂളിലെ കുട്ടിയുടെ സർഗാത്മക ഡയറി സംസ്ഥാന ഗവൺമെന്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇടം നൽകാനും നമുക്ക് സാധിച്ചു. ഇതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇന്ന് നാം കാണുന്ന ഏറ്റവും വിപ്ലവകരമായ മാറ്റം. അലക്സ എന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ഡിജിറ്റൽ സോഫ്റ്റ്വെയർ ആണ് അലക്സ. അത് നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം. അലക്സയോട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സ്മാർട്ട് TV ഓണാകും, നിങ്ങൾക്ക് അതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാം. എല്ലാം അലക്സയോട് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള സംവിധാനമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഫാൻ ഓണാക്കാം, ഓഫാക്കാം, സ്പീഡ് കുറക്കാം, സ്പീഡ് കൂട്ടാം. സ്മാർട്ട് ബൾബ് ആണെങ്കിൽ നിങ്ങൾക്ക് അലക്സയോട് പറഞ്ഞ് അതിൻ്റെ ബൾബ് ലൈറ്റ് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, കുറക്കാം, ലൈറ്റിൻ്റെ കളർ മാറ്റാം, ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള സ്മാർട്ട് ബൾബുകൾ മാർക്കറ്റിലുണ്ട്. അത് അലക്സയുമായി, നിങ്ങളുടെ ഫോണിലെ അലക്സയുമായിട്ട് അതിനെ വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അലക്സ ഉപയോഗിച്ച് വീട് പൂട്ടാം, തുറക്കാം. അങ്ങനെയുള്ള പൂട്ട്, നിങ്ങളുടെ ലോക്ക് സിസ്റ്റം അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓൺലൈൻ ഉപയോഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഓട്ടോമേഷൻ, അതായത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും യന്ത്രവൽക്കരണത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അലക്സ. കേരളത്തിലെ ചില വിദ്യാലയങ്ങളിലെങ്കിലും ഈ അലക്സയെ ഒരു വിദ്യാഭ്യാസ ഉപകരണമായി, പഠനോപകരണമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഈ ഒരു അലക്സയെ പഠനത്തിനുള്ള, ഇംഗ്ലീഷ് പഠനത്തിനുള്ള ഒരു സാമഗ്രിയായി ഉപയോഗിക്കാൻ ആലോചിച്ചത്. PTA പ്രസിഡന്റ് T സരാഗ് കുമാർ, സ്കൂൾ വികസന സമിതി കൺവീനർ K രാജേഷ്, മദർ PTA പ്രസിഡന്റ് PV സനില, സ്കൂൾ ലീഡർ മാസ്റ്റർ ദേവനാഥ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി A മുഹമ്മദ് യാസർ നന്ദി പറഞ്ഞു.
മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.